ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഈദ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് എത്തിയ 2 ബോളിവുഡ് സിനിമകളുടെ ഇതടക്കം 3 സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. അതിൽ ആദ്യത്തേത് പൃഥ്വിരാജ് സുകുമാരൻ വില്ലൻ വേഷത്തിലെത്തിയ അക്ഷയ് കുമാർ, ടൈഗർ ഷെറോഫ് തുടങ്ങിയവർ നായകന്മാരായിട്ടെത്തിയ ബഡേ മിയാൻ ചോട്ടെ മിയാൻ എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആണ്. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ ദിവസത്തെ ഒഫീഷ്യൽ ബോക്സ് ഓഫീസ് കളക്ഷൻ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം സിനിമ ആദ്യ ദിവസം മികച്ചൊരു FT കളക്ഷൻ തന്നെയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഏപ്രിൽ 10-ാം തീയതി വൈകിട്ട് 6 മണിക്ക് ശേഷം തന്നെ സിനിമയുടെ ആദ്യ പ്രീമിയർ ഷോസ് എല്ലാം തന്നെ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലടക്കം ആരംഭിച്ചിരുന്നു. അത് പ്രകാരം ആദ്യ ദിവസം 36 കോടി 33 ലക്ഷമാണ് ലോകമെമ്പാട് നിന്നും ഗ്രോസ് കളക്ഷൻ ആയിട്ട് നേടിയെടുത്തിരിക്കുന്നത്. വമ്പൻ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തി ബോളിവുഡ് സിനിമ ആദ്യ ദിവസം തന്നെ നെഗറ്റീവ് അഭിപ്രായങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു. എന്തായാലും സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ എത്രത്തോളം മുന്നോട്ട് പോകുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. ആദ്യ ദിനം 16 കോടി ഇന്ത്യയിൽ നെറ്റ് കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കായിട്ട് കാത്തിരിക്കൂ. ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു ഹിന്ദി സിനിമ ഒരു സ്പോർട്സ് ഡ്രാമ ബയോപിക് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മൈദാൻ എന്ന അജയ് ദേവ്ഗൺ നായകനെത്തിയ സിനിമയുടെയും ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇന്ന് വന്നിരിക്കുകയാണ്. അത് പ്രകാരം മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായിട്ടും ഈ ബയോപിക് സിനിമയ്ക്ക് അത്ര മികച്ച തുടക്കം ബോക്സ് ഓഫീസിൽ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ആദ്യ ദിവസം 10 കോടി 70 ലക്ഷം രൂപയാണ് ഇത് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് എത്തിയ ഈ ഹിന്ദി സിനിമ ലോകമെമ്പാട് നിന്നും നേടിയെടുത്തിരിക്കുന്നത്. സിനിമയും മറ്റൊരു ബിഗ് ബഡ്ജറ്റ് ബോളിവുഡ് സിനിമ തന്നെയാണ്. കാത്തിരിക്കൂ സിനിമയുടെ വരും ദിന ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്. ഇനി നമ്മുടെ മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ കൃത്യം 15 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസി സംവിധാനം ചെയ്ത ആടുജീവിതം. ഇന്നലെ സിനിമ പ്രതീക്ഷ കളക്ഷൻ കേരളത്തിൽ നേടിയെടുത്തിരിക്കുകയാണ്. അതേസമയം പ്രതീക്ഷിച്ചതിനേക്കാൾ മുകളിൽ കളക്ഷൻ ലോകമെമ്പാട് നിന്നും നേടിയെടുത്തിരിക്കുകയാണ്. ഇന്നലെ 2 കോടി കേരള കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് ക്ലാഷ് റിലീസുകൾ ഉണ്ടായിരുന്നിട്ട് പോലും മികച്ചൊരു കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ വന്നിരിക്കുകയാണ്. ഇതുവരെയുള്ള സിനിമയുടെ കേരള ഗ്രോസ് 59 കോടി 30 ലക്ഷത്തിന് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 60 കോടി കേരള ഗ്രോസ് കളക്ഷൻ കടക്കുന്ന ദി ഗുഡ് ലൈഫ് എന്ന സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 128 കോടി രൂപയ്ക്ക് മുകളിലാണ് 15 ദിവസങ്ങൾ കൊണ്ട് പ്രതീക്ഷിച്ചതെങ്കിൽ ഇപ്പോഴത് 130 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇതിന് മുന്നേയുള്ള ദിവസങ്ങളിലെ പ്രതീക്ഷിച്ചതിനേക്കാൾ താഴെയാണ് സിനിമയ്ക്ക് വേൾഡ് വൈഡ് കളക്ഷൻ വന്നതെങ്കിൽ ഇതിന് ശേഷം കൂടുതൽ പ്രേക്ഷകർ സിനിമ കാണാനായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നുവെന്ന് ബോക്സ് ഓഫീസ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നു. വൈകാതെ സിനിമ 150 കോടി വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കാം. കാത്തിരിക്കൂ കൂടുതൽ ആടുജീവിതം ബോക്സ് ഓഫീസ് വിവരങ്ങൾ കേട്ട്.